എല്ലാവർക്കും നമസ്കാരം. സുഖം എല്ലാവർക്കും ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വസ്തുമക്കളെ കാണിച്ചു തന്നിട്ടുള്ളത് ക്രിസ്പി ജീര കുക്കി എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മൾ അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എല്ലാം അതുപോലെ നോക്കി ഉണ്ടാക്കുകയാണ് വെച്ചാൽ ഈ മഴക്കാലത്ത് നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുക്കി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മളുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അല്ലേ. സ്കൂളിലേക്ക് കൊടുത്തയക്കാം, എല്ലാം ചെയ്യാം. അപ്പം നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കുക്കീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ക്രിസ്പി ജീര ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ അളവിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയെന്ന് വെച്ചാൽ നല്ല അസലായിട്ടുള്ള ഒരു കുക്കി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ സാധനങ്ങൾ. ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, കൃത്യമായിട്ട് നമ്മളതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ജീരകം കരിക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. ഒരു ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടും. ഷുഗറും ചേർക്കുക, പൊടിച്ച ഷുഗർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഈ സാധനങ്ങൾ ഒരു അരിപ്പയിൽ കൂടെ തന്നെ അരിക്കണേ. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അതും ജീരകം കൂടി ഇട്ടിട്ട്, പൊടിച്ച ജീരകം കൂടി ഇട്ടിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു ബേക്കിംഗ് ഷീറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വേറൊരു ഷീറ്റ് അതിൻ്റെ മുകളിലിട്ടിട്ട് ഒരു റോളർ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവിടെയും ഒരേപോലെ ആയി കിട്ടും, ഈവണായി കിട്ടും കേട്ടോ. നമുക്ക് ഏത് ഷേപ്പ് വേണോ ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് പൊടിച്ച് വെച്ച ജീരയും കൂടി അതിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ബിസ്ക്കറ്റ് കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ സ്ക്വയറായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക. ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ മറക്കരുതേ. നമ്മളെല്ലാം ബേക്ക് ചെയ്യാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 12-15 മിനിറ്റ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. ജീര ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അതൊരു വയർ റാക്കിലേക്ക് മാറ്റുക. അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. തണുത്താലാണല്ലോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അത് തണുക്കട്ടെ. നോക്കൂ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ജീര കുക്കി റെഡി ആയിട്ടുണ്ട്. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റുക. നമ്മളെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഈ കുക്കി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.